ഞാൻ ഈ നാടായ നാട് മുഴുവൻ വിഷ്ണുവേട്ടനെ തിരക്കി അലഞ്ഞു തിരിഞ്ഞിട്ട് വരിക. പല സ്ഥലത്തും അന്വേഷിച്ചു. പലരും പലതാ പറയുന്നത്. ചിലരൊക്കെ പറയുന്നു വിഷ്ണുവേട്ടനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോയിരിക്കുകയാണെന്ന്. മറ്റു ചിലർ പറയുന്നു വിഷ്ണുവേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് പോയതാണെന്ന്. ഇതൊന്നുമല്ല, വിഷ്ണുവേട്ടനെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ഒക്കില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ വിഷ്ണുവേട്ടന് പിന്നിലുണ്ടെന്ന്. ഞാൻ ഇതിൽ ഏതാ അമ്മയെ വിശ്വസിക്കേണ്ടത്? മോളെ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ എനിക്കും അറിയാവുന്നത്. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതും അമ്മയ്ക്കും അച്ഛനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അമ്മ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ആ സത്യങ്ങൾ എന്താ? വിഷ്ണുവേട്ടനിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ അതെനിക്ക് അറിഞ്ഞേ ഒക്കൂ. വിഷ്ണുവേട്ടൻ സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ വിഷ്ണുവേട്ടനിൽ എന്തെങ്കിലും കുറ്റബോധം കാണും. ആ കുറ്റബോധം എങ്ങനെ വിഷ്ണുവേട്ടനിൽ വന്നു? നസീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിടയിലുള്ള ആ രഹസ്യം എന്താണെന്ന്. നസീറിന്റെ ബാപ്പ അബൂബക്കർ എന്തിനാ വിഷ്ണുവേട്ടനെ അപായപ്പെടുത്താൻ നടക്കുന്നത്? പറ. അമ്മയിൽ നിന്നും ഇതൊന്നും അറിയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. വിഷ്ണുവേട്ടനെ കണ്ടെത്തണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാവുന്നത് പറയണം. മോളെ, ഇതമ്മയുടെ മകളുടെ യാചനയാ. അമ്മയുടെ മകളുടെ കുടുംബം തകർന്നു കാണാൻ അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സത്യമായിട്ട് തന്നെ എന്നോട് പറയണം. അമ്മ, അന്നവിടെ എന്താ സംഭവിച്ചത്? അവിടേക്ക് എങ്ങനെയാ വിഷ്ണുവേട്ടൻ വന്നു പെട്ടെ? ആ കാരണം കൊണ്ടാണോ വിഷ്ണുവേട്ടൻ എനിക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ അച്ഛനും അമ്മയും കൂടി അറിഞ്ഞുകൊണ്ട് എന്റെ വിഷ്ണുവേട്ടനെ കൊലയ്ക്ക് കൊടുക്കായിരുന്നോ? അയ്യോ മോളെ, എനിക്ക് പറ. ഞാൻ അനുഭവിക്കുന്ന ഈ വേദന കണ്ടിട്ടെങ്കിലും അമ്മയുടെ മനസ്സ് എന്റെ മുന്നിൽ ഒന്ന് തുറക്കമ്മേ. മോളെ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്ര ഇക്കാര്യം നിന്നെ അറിയിക്കാതിരുന്നത്. പക്ഷെ വിഷ്ണു മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല.